ഡേ 2. ഇന്നത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡേ 1 ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് ഡാൻസ് യു വാച്ചിങ് BBC ബാംഗ്ലമോൺ കൺഫ്യൂസ്ഡ് മല്ലു. അപ്പോൾ നമ്മൾ ഡേ 1 എന്തൊക്കെയാണ് അറിഞ്ഞത്? എന്താണ് കീറ്റോ ഡയറ്റ്, എന്താണ് കീറ്റോസിസ് ആൻഡ് ഒരു ബോണസ് പോയിന്റ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഡേ 1 വീഡിയോ തന്നെ കാണണം. എൻ്റെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, കയറി കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഒരു കണ്ടിന്യൂറ്റി കിട്ടും. നിങ്ങൾ കണ്ടതാണെങ്കിൽ നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് അറിയാൻ പോണെന്ന് വെച്ചാൽ എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് ഡേ 1 ഞാൻ പറഞ്ഞ പോലെ കീറ്റോൻ്റെ ഒപ്പം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്തിനാണ് ചെയ്യണത്, പിന്നെ ഒരു ബോണസ് പോയിന്റ്. അത് എൻ്റെ ഫേവറേറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറയുള്ളൂ. അപ്പോൾ ഒന്നിന്ന് തുടങ്ങാം. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 12 തുടങ്ങി 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്ത്, അതായത് പട്ടിണി കിടന്ന് ബാക്കിയുള്ള 8 മണിക്കൂർ ഭക്ഷണം കഴിക്കണതാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഇപ്പോൾ എന്നെപ്പോലെ ഒരു ക്വിക്ക് റിസൾട്ട് വേണമെങ്കിൽ 16 തുടങ്ങി 18 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള 6 മണിക്കൂർ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു എഫക്റ്റീവ്ലി ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലെങ്കിൽ 12 മണിക്കൂർ ചെയ്താൽ മതി, പിടികിട്ടിയല്ല. അപ്പോൾ പോയിന്റ് 2, ഞാൻ എന്തിനാണ് കീറ്റോ ഡയറ്റിനൊപ്പം ഈ പരിപാടി ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് നമ്മുടെ ബോഡിയിലെ സ്റ്റോർഡ് ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യണ ഒരു ഡയറ്റ് റൊട്ടീനാണ്. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഫോർ ആൻ എക്സാമ്പിൾ, കീറ്റോ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണെങ്കിൽ നമ്മൾ പെട്രോളായിട്ട് നമ്മുടെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് രണ്ടും കൂടി ആകുമ്പോൾ എന്താകും, ആ തീ അങ്ങോട്ട് ആളിക്കത്തും, അതായത് നമ്മുടെ ഫാറ്റ് ബേണിങ് എൻഹാൻസ് ആകും. ഈ ഒരു ഗുണമുള്ള കാരണമാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണത്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഫൈനൽ പോയിന്റ്, നമ്മുടെ തേർഡ് പോയിന്റ്, വാട്ട് ഈസ് ഫാസ്റ്റഡ് എക്സസൈസ്. ഫാസ്റ്റഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 12 തുടങ്ങി 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യൂലേ, ആ ഒരു ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ആണ് 2 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള എക്സസൈസ്. അത് സ്വിമ്മിങ് ആകുക, ജമ്പിങ് ആകുക, വാക്കിംഗ് ആകുക, സ്കിപ്പിംഗ് ആകുക, ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇത്ര നേരം പട്ടിണി കിടന്ന് നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത കാരണം നമ്മുടെ ബോഡിക്ക് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സായിട്ട് നമ്മുടെ സ്റ്റോർഡ് ഫാറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡീനെ കമ്പൽ ചെയ്ത് ആ സ്റ്റോർഡ് ഫാറ്റിൽ നമ്മൾ എനർജി എടുപ്പിക്കും. വേറൊരു വഴിയില്ലാത്ത കാരണം നമ്മുടെ ബോഡി അത് തന്നെ ചെയ്യുള്ളൂ. കീറ്റോൻ്റെ ഒപ്പം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ മാത്രം പോരാ, അത് ഒന്നും കൂടി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാസ്റ്റഡ് എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോഴാണ് അതിനൊരു പഞ്ച് കിട്ടുള്ളൂ. സോ കാര്യം പിടി കിട്ടിയല്ല. അപ്പം നമ്മുടെ തേർഡ് ഡേ വീഡിയോയിൽ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി അറിയാം. എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.